ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 ഓഗസ്റ്റ് 5 തിങ്കളാഴ്ചയാണ്. മാർക്കറ്റിൽ വളരെ ഗുരുതരമായ ഒരു ഫോള് ഗ്ലോബൽ മാർക്കറ്റിൽ കാണുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്ന് മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ USA സാമ്പത്തിക മാന്ദ്യം വരുന്നു എന്ന ഒരു പേടി മൊത്തത്തിൽ സ്പ്രെഡായിട്ടുണ്ട്. ബിറ്റ് കോയിനിലാണ് ഇത് ഏറ്റവും ആദ്യം കണ്ടത്. 5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. അതേപോലെ മറ്റു മാർക്കറ്റുകളെ ബാധിക്കുമോ എന്നുള്ള കാര്യത്തിലും അതിയായ സംശയമുണ്ട്. കാരണം ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ നല്ല രീതിയിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത്. സോ മറ്റ് ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ 100 പേരാണ് ഈ പുതിയ കലാപത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ പൗരന്മാരോട് വാൺ ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യരുത് എന്നുള്ളത്. സോ എല്ലാവരും അങ്ങനെ സഞ്ചാരികളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. RBI പോളിസി അനൗൺസ്മെൻറ്റ് 8-ാം തീയതിയാണ് ഇവരുടെ 3 ദിവസത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നത്. റിപ്പോ റേറ്റ് മാറ്റമില്ലാതെ തുടരും എന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. എങ്കിലും 8-ാം തീയതിക്ക് ശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയാം. അതേപോലെ വയനാട് ഒരു ദുരന്തത്തിൽ 400ഓളം ആൾക്കാർ മരിച്ച ഒരു ദുരന്തത്തിൽ ബാക്കിയായവർ പറയുന്ന കുറേ കഥകളിൽ ഇന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ലാൻഡ് സ്ലൈഡിൽ മരിച്ചു പോയതും സകലതും നഷ്ടപ്പെട്ടിട്ട് ബാക്കിയായ ആൾക്കാരുടെ ഏറ്റവും വലിയ പരാതിയാണ് കൊള്ളക്കാർ അവരുടെ ബാക്കിയായ അവശിഷ്ടങ്ങൾ, വീടുകൾ തപ്പിക്കണ്ടുപിടിച്ച് അവിടെ അവരുടെ വിലപ്പെട്ട സമ്പത്ത് കൊള്ളയടിക്കുകയാണ് എന്ന ഒരു വാർത്തയാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്നതിൽ ചിലപ്പോൾ 1-2 അല്ലെങ്കിൽ ഒരു 10 പേരായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷെ ആ 990 പേരെയും ഈ കഴുത്തി കാണിക്കുന്ന രീതിയിലാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പം ഞാൻ പറയുമ്പോൾ അതിൽ ഫസ്റ്റിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇവിടെ ഇത്രയും പേര് വോളണ്ടിയർ സർവീസ് ചെയ്യുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും, കാരണം ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവിടത്തേക്ക് നമ്മൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു മനുഷ്യന് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ കാല് സ്ലിപ്പായി പോകും, ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതായത് ബിൽഡപ്പായിട്ടുള്ള ഒരു ഇതല്ല, പൈലപ്പാണ് ഉണ്ടാവുക. അതായത് ആരെങ്കിലും പണിത് വെച്ചതല്ല, മറിഞ്ഞു വീഴാൻ നിൽക്കുന്ന കുറേ കല്ലും മരങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാകുക. അതിൻ്റെ ഇടയിൽ സ്വന്തം ജീവൻ അപകടപ്പെടുത്തി പോയിട്ട് മറ്റൊരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് അത്രയും വലിയ ത്യാഗമാണ്. അത്രയും വലിയ ധൈര്യവും തൻ്റെ ഇടവും അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത്തരക്കാരെ താറടിച്ച് കാണിക്കുന്ന രീതിയിലാണ് ഈ കള്ളന്മാർ പോയിട്ട് അതിൻ്റെ ഇടയിൽ ചെയ്യുന്നത്. എന്തായാലും മണി കൺട്രോളിൽ നിങ്ങൾക്ക് ഇത് വായിക്കാൻ സാധിക്കും. ഇന്നത്തേക്കുള്ള ഒരു ഹൈലൈറ്റ്സ് അത്രയൊക്കെയാണ്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡാണ്. അതായത് 2.43% ഒക്കെ റെഡാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു അപാരമായ വീഴ്ചയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഷങ്കായ് കമ്പോസിറ്റ് ഒരു ബ്രേക്ക് ഇവനായിട്ട് നിൽക്കുന്നുണ്ട്. 1 പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അതും നെഗറ്റീവിലേക്ക് പോകും എന്നുള്ളതാണ് അവസ്ഥ. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 24,715 ഇന്ന് ഓപ്പൺ ആയത് 24,454 260 പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്നുണ്ടായത്. ദെൻ മാർക്കറ്റ് താഴോട്ട് തന്നെയാണ് പോകുന്നത്. 24,352 ഇന്നിപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്നും 102 പോയിന്റ് താഴെയാണുള്ളത്. മൊത്തത്തിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 300-350 പോയിന്റ് താഴെ എത്തിയിട്ടുണ്ട്. 362 പോയിന്റ് താഴെയാണ് ഇപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിൽക്കുന്നത്. സോ ഇതൊരു ശുഭ സൂചനയല്ല. ഇവിടെ US റിസഷൻ വരും, മിഡിൽ ഈസ്റ്റിൽ യുദ്ധം, വൻശക്തികളെല്ലാം ഒത്തുചേരുന്നു, ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ ഒന്നിച്ച് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ദെൻ ഇന്ന് ഗ്ലോബൽ ഈവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ജൂഡ ബാങ്ക് സർവീസസ് PMI, ജപ്പാൻ ജിബൂൻ ബാങ്ക് സർവീസസ് PMI, ചൈന കേസിൻ സർവീസസ് PMI, ഇന്ത്യ HSBC സർവീസസ് PMI, then India HSBC Composite PMI, USA S&P Global Services PMI, USA ISM Services PMI. ഇത്രയും ഗ്ലോബൽ ഈവൻറ്റ്സ് ആണ് ഇന്ന് വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഭാരതി എയർടെൽ, ONGC, മരീക്കോ, ഭാരതി ഹെക്സാകോൺ, ദീപക് നൈട്രേറ്റ്, മദേഴ്സൺ സുമി, ടാറ്റ കെമിക്കൽസ്, സ്നൈഡർ ഇലക്ട്രിക്സ്, BML,
BEML, BLS International, Avanti Feeds തുടങ്ങി 300-ലധികം സ്റ്റോക്കുകൾ ഇന്ന് റിസൾട്ട് വരുന്നുണ്ട്. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്ന ABC ക്യാപിറ്റൽ, BE സോഫ്റ്റ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GNFC, ഗ്രാനൂൾസ്, ഇന്ത്യ സിമെന്റ്, ഇന്ത്യ മാർട്ട്, RBL ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് F&O ബാനിൽ വന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ 3310 കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. 2965 കോടിയുടെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. മൊത്തത്തിൽ 344 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ മാസത്തിൽ, ഓഗസ്റ്റ് മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1220 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2628 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 1408 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഈ മാസം നടന്നിരിക്കുന്നത്. ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,789 ഓപ്പണായി 71 പോയിന്റ് നഷ്ടത്തിൽ 24,718 ക്ലോസ് ചെയ്തു. ദെൻ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 272 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയത്. ഈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ 313 പോയിന്റിൻ്റെ ഒരു വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നാരോ CPR ആയിരുന്നു, അതേപോലെ വിർജിൻ CPR ആയിരുന്നു. അതായത് വെള്ളിയാഴ്ച നാരോ CPR ആയിരുന്നു, വിർജിൻ CPR ആയിരുന്നു. ഇന്ന് നോർമൽ CPR ആണ് നിഫ്റ്റിയിൽ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. നാരോ CPRും വിർജിൻ CPRും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല ട്രെൻഡിങ് ആയിരിക്കും. പക്ഷേ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും കിട്ടാറില്ല. ഇന്ന് വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 14.32-ലാണ്. പക്ഷേ ഇന്ന് വിക്സ് നന്നായിട്ട് കയറിപ്പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാതിരി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കംപ്ലീറ്റ്ലി മാർക്കറ്റ് വീഴുമെന്ന് കരുതി മാർക്കറ്റ് ഓപ്പണായ ഉടനെ പുട്ടെടുത്ത് കാത്തിരിക്കരുത്. മാർക്കറ്റ് അനലൈസ് ചെയ്യുക. ട്രെൻഡ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടും. ആ സമയം തൊട്ട് പ്രോപ്പർലി ട്രേഡ് എടുക്കുക. ഒരു മിനിമം റിസ്കിൽ മാക്സിമം റിവാർഡ് കിട്ടുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇന്ന് പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ 0.64 ആണ് വന്നിരിക്കുന്നത്. 25,000-ലാണ് ഹയസ്റ്റ് കോൾ ഉള്ളത്. 77 ലക്ഷം, 24,500-ൽ 33 ലക്ഷം പുട്ടുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 177 പോയിന്റിൻ്റെ ഒരു ഗെയിൻ കാഴ്ചവെച്ചു. അതേപോലെ ഫിൻ നിഫ്റ്റി 111 പോയിന്റ്, സെൻസെക്സ് 177 പോയിന്റ് നഷ്ടം. അതേപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 105 പോയിന്റ് നഷ്ടം. ദെൻ ഇന്ന് എന്താ പറയുക, മിഡ് ക്യാപ്പിൻ്റെയും അതേപോലെ ബാങ്ക് എക്സിൻ്റെയൊക്കെ ഒരു എക്സ്പയറി ദിവസമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കണ്ട് അതിനെ ട്രേഡ് ചെയ്യുക. ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. എവിടെ നിന്ന് എവിടത്തേക്ക് പോകും എന്നുള്ളത് മുൻകൂട്ടി ഒരു ടെക്നിക്കൽസിൻ്റെ ബേസിൽ ഇതൊന്നും പറയാൻ സാധിക്കില്ല. എന്നാലും ഇന്നത്തെ ഡേ ഇൻ ലോയൊക്കെ ഞാനിവിടെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് റാസ് ലെവൽസ് തന്നിട്ടുണ്ട്. അതേപോലെ ബാങ്ക് എക്സിലേക്ക് നോക്കുകയാണെങ്കിലും ഇതേപോലെ ഒരു സംഭവമാണ്. ദെൻ ഇതിൽ ബാങ്ക് എക്സിലേക്ക് ഇത് മാർക്കറ്റ് എവിടെ നിന്ന് എവിടത്തേക്ക് പോകുന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഇന്നത്തെ ഒരു ദിവസം. കാരണം അമ്മാതിരി ഫോളൊക്കെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണിക്കുന്നത്. സോ സേഫായിട്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ബൈ.